ഹായ് ഡേസ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയിരിക്കുന്ന സമയത്ത് തന്നെയാണ് അങ്ങനെ മുത്തശ്ശിയും പ്രതാപനെയും കണ്ട കണ്ണനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കമിഴ്ന്ന് കിടക്കുകയും മാറിക്കിടക്കുകയൊക്കെയാണ് ചെയ്യുന്നത് തന്നെ. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഇത് വേറെ ആർക്കോ വേണ്ടിയുള്ള വലിയൊരു പൂജ തന്നെയാണല്ലോ ഈ അമ്പലത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ആണെങ്കിൽ പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത് തന്നെ. ആ സമയത്താണ് മഞ്ജുവും മഹാലക്ഷ്മിയും അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ജുവും മഹാലക്ഷ്മിയെയും കണ്ട നമ്മുടെ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കരമായിട്ട് തന്നെ, ഓ ഇവരെന്താ ഇവിടെ, നാശങ്ങളെ ഇവിടെയും കണ്ടല്ലോ, ഇന്നത്തെ ദിവസം തന്നെ പോയി എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ ഏട്ടത്തിയെ കൈപിടിച്ചിറക്കുന്നതെന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് വലിയ സംശയം തന്നെ അതിലുണ്ടാകുന്നുണ്ട്. അപ്പം നമ്മുടെ മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, ഏട്ടത്തി കണ്ടില്ലേ നിങ്ങളുടെ രണ്ടാനച്ഛനും നിങ്ങളുടെ മുത്തശ്ശിയും അത് അവിടെ വന്ന് നിൽക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ അടുത്തോട്ട് വരും, എന്തായാലും ഏട്ടത്തി ഒന്നും പറയാൻ പോവണ്ട, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം അവരോട് എന്നുള്ള രീതിയിൽ മഞ്ജു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനെ വിളിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ സാഗറിൻ്റെ ഭാര്യയായ മഞ്ജുവിൻ്റെ അടുത്തേക്കും മഹാലക്ഷ്മിയുടെ അടുത്തേക്കും പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ മുത്തശ്ശിക്ക് യാതൊരു സമാധാനവും കിട്ടാത്ത പോലെയാണ് മുത്തശ്ശിയുടെ സംസാരങ്ങളൊക്കെ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് നമ്മുടെ മഞ്ജുവിനോട്, എന്താടി ഇപ്പോൾ ഇവളുടെ കൂടെയാണോ നടപ്പ്, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അമ്പലങ്ങളായ അമ്പലങ്ങൾ ഇങ്ങനെ താണ്ടി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നിന്നെ വിട്ടു പോയോ മഹാലക്ഷ്മി എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഞങ്ങളിവിടെ എന്തിനാ വന്നത് എന്തിനാ പോകുന്നതെന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ഇത് നോക്കാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ തള്ളേന്ന് പറഞ്ഞിട്ട് മഞ്ജു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ മുത്തശ്ശിയോട് സംസാരിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഒന്ന് അമ്പരക്കുന്നുണ്ട്. ഇവൾ ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ, പെട്ടെന്ന് എങ്ങനെയാണ് ഇവൾ കാലും മാറിയത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും പ്രതാപനും ആണെങ്കിൽ അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്, കരുണാലയത്തിലോട്ട്. അങ്ങനെ അമ്പലത്തിൽ തൊഴാനെത്തിയ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ കാണുന്നുണ്ട്. കണ്ണനാണെങ്കിൽ അമ്പലം മുഴുവനായിട്ട് ചുറ്റും വലം വെക്കുകയാണ് ഉരുണ്ടിട്ടാണെങ്കിൽ. അപ്പോഴേക്കും മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടായി കാണിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാടും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മാർക്കോയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം കണ്ണൻ പറയുന്നുണ്ട്. അപ്പം മനുഷ്യ ചോദിക്കുന്നുണ്ട്, മാർക്കോയ്ക്ക് വേണ്ടിയോ, മാർക്കോയ്ക്ക് യാതൊന്നും സംഭവിച്ചില്ല എന്നാണല്ലോ സാഗരേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പം നമ്മുടെ കണ്ണനാണെങ്കിൽ നടന്ന കാര്യത്തെക്കുറിച്ച് എല്ലാം തന്നെ പറയുന്നുണ്ട്. ഇനി വല്ലോ മേഘനാഥന് വല്ല ബോധവും, ആ കല്ലുകൊണ്ട് ഇടികിട്ടിയത് കൊണ്ട് തന്നെ മേഘനാഥനാണെങ്കിൽ അവിടെ ഇപ്പോൾ എവിടെയാണ്, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തുപോയോ എന്നൊന്നും എനിക്കറിയില്ല, മാർക്കോയ്ക്ക് അപകടം പറ്റിയത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അയാളെ എടുത്തുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് തന്നെ, വേറൊന്നും എനിക്ക് ഓർമ്മയില്ല മഹാലക്ഷ്മി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇത്രയേറെ പരിക്ക് ആ മാർക്കോയ്ക്ക് എങ്ങനെയാണ് കണ്ണേട്ട സംഭവിച്ചത്, എന്താണ് അവന് പറ്റിയത്, എല്ലാവരെയും രക്ഷിക്കുന്ന അവൻ്റെ കൂടെ ദൈവം ഉണ്ടാവേണ്ടതല്ലേ, എന്തുകൊണ്ട് ദൈവം ഈ കാര്യത്തിൽ മാത്രം മാർക്കോയെ കൈവിട്ടു എന്നൊക്കെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ല മഹാലക്ഷ്മി, എങ്ങനെയെങ്കിലും അവൻ്റെ ജീവൻ രക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെന്നൊക്കെ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്. കണ്ണേട്ടാ ഇതൊക്കെ ശരി തന്നെയാണ്, പക്ഷേങ്കിൽ ഇപ്പോൾ രണ്ടാനച്ഛനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് പോയതേ ഉള്ളൂ, കണ്ണേണ്ണെ വല്ലതും കണ്ടു കാണുമോ എന്നൊന്നും അറിയില്ല, ഇത്രയും ദിവസം നമ്മളെടുത്ത കഷ്ടപ്പാട് വെറുതെ ആയി പോയില്ലേ. അപ്പോൾ നമ്മുടെ കണ്ണനാണ് പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ല, എങ്ങനെയെങ്കിലും മാർക്കോയുടെ ജീവൻ രക്ഷിക്കണം മാത്രമേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൂ, അവൻ നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല, പക്ഷേങ്കിൽ അവന് തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ന് അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അതെനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ, അവന് വേണ്ട ഏറ്റവും നല്ല ചികിത്സ തന്നെ ഞാൻ കൊടുത്തിരിക്കും, എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ തന്നെ വിറ്റിട്ടാണെങ്കിലും എന്നൊക്കെ കണ്ണൻ മാർക്കോയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ, കണ്ണേട്ടൻ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല, മാർക്കോയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ മനസ്സിൽ നമ്മുടെ അയ്യപ്പസ്വാമിയെ വിളിച്ചിട്ട് നമ്മുടെ മാർക്കോയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എല്ലാവർക്കും നല്ലത് വരുത്തുന്ന ഒരു ആളാണ് മാർക്കോ, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അയ്യപ്പസ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മഞ്ജുവിൻ്റെ ആ പെരുമാറ്റത്തെപ്പറ്റി വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കും മഞ്ജു അങ്ങനെ പെരുമാറിയത് നമ്മളോടമ്മേ, അവൾ നമ്മുടെ ഭാഗത്തല്ലായിരുന്നോ നിന്നത്,
ഇപ്പോൾ പെട്ടെന്ന് എന്താ അവളിങ്ങനെ സ്വഭാവമൊക്കെ മാറ്റി നമ്മളെ അവളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പ്രതാപൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അവൾക്ക് ജോലി അവളല്ലേ കൊടുത്തത് ആ മഹാലക്ഷ്മി, അതുകൊണ്ടായിരിക്കും, അതിൻ്റെതായിരിക്കും. പിന്നെ മഹാലക്ഷ്മിയുടെ പേരിലാണല്ലോ ഇപ്പോൾ എല്ലാ സ്വത്തുക്കളും, അവളുടെ കൂടെ നിന്നാലേ എല്ലാ സ്വത്തുക്കളും അടിച്ചു മാറ്റാൻ സാധിക്കുമെന്ന് മഞ്ജുവിന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു നമ്മളോട് അങ്ങനെ സംസാരിച്ചത്. അല്ലാതെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ നമ്മുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും മഹാലക്ഷ്മിയുടെ കൂടെ അല്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ അമ്മയാണെങ്കിൽ നമ്മുടെ മാർക്കോ ആണെങ്കിൽ വീണ് കിടന്ന ആ സ്ഥലത്തോട്ട് പോയിട്ട് മാർക്കോയുടെ കയ്യിലുള്ള ആ വില്ല് പോയി നോക്കുന്നുണ്ട്. ഈ മാർക്കോയ്ക്ക് ഈ വില്ല് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ആപത്ത് സംഭവിച്ചതെന്നുള്ള കാര്യം അമ്മ മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ വില്ലുമായിട്ട് അമ്മ ആശുപത്രിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴേക്കും നമ്മുടെ ലോപ്പസ് ആയിരുന്നു മാർക്കോയുടെ കൂടെ തന്നെ ഇരുന്നത്. ലോപ്പസിനോട് ഡോക്ടർ പറയുന്നുണ്ട്, അയാൾക്ക് ജീവൻ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ അയാൾ മരിക്കാം, ഏതെങ്കിലും ഒരു കാര്യം എന്തായാലും സംഭവിക്കും, അയാളുടെ ജീവൻ ഉറപ്പൊന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. അങ്ങനെ ഇതൊക്കെ കേട്ട ലോപ്പസ് ആണെങ്കിൽ വളരെയധികം തന്നെ സങ്കടപ്പെടുന്നുണ്ട്. മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും സങ്കടപ്പെടുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നാർക്കും തന്നെ അറിയില്ല. അങ്ങനെ ലോപ്പസ് ആണെങ്കിൽ ഈ വിവരത്തെക്കുറിച്ചൊക്കെ നമ്മുടെ കണ്ണനുമായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മുടെ ലോപ്പസിനോട് പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിലും ഹലക്ഷ്മിയൊക്കെ ആണെങ്കിലും ഇപ്പോഴും അമ്പലത്തിൽ തന്നെയാണ്, മാർക്കോയ്ക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി തിരിച്ച് ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് അവിടെ മാർക്കോയും ആ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ. ആ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മാർക്കോയെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്, അങ്ങനെ മാർക്കോയെ ആരാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മാർക്കോ എൻ്റെ മകനാണെന്നുള്ള സത്യം അമ്മ തുറന്നു പറയുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മോളോട് വിശദമായിട്ട് പിന്നീട് ഒരു ദിവസം പറയുന്നതായിരിക്കുമെന്നും അമ്മ പറയുന്നുണ്ട്. സ്വന്തം മകൻ്റെ ജീവൻ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച മേഘനാഥന് വലിയൊരു ശിക്ഷ തന്നെയാണ് ആ അമ്മ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്.